ആഭ്യന്തര കലഹം മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇറാനിൽ സേനയും പ്രക്ഷോഭകാരികളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ മരണം 12,000 കവിഞ്ഞു എന്നുള്ള അനൌദ്യോഗികമായ വാർത്തകൾ പുറത്തു വരുന്നു. പ്രക്ഷോഭകാരികളെ തെരുവിൽ നേരിടുകയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ്. സൈന്യത്തെ ഉപയോഗിച്ച് പ്രക്ഷോഭത്തെ അടിച്ചമർത്താനുള്ള ആയത്തുള്ള അലി ഖമീനി ഭരണകൂടത്തിന്റെ നീക്കമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയം പ്രക്ഷോഭകാരികൾക്ക് നേരെ ഇനിയും ആയുധങ്ങൾ എടുത്താൽ ആയത്തുള്ള അലി ഖമീനിയുടെ കൊട്ടാരം തന്നെ ആക്രമിക്കുമെന്ന വലിയ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ കൂറ്റൻ പടക്കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് നങ്കൂരമിട്ടിരിക്കുന്നു. അമേരിക്കയുടെ F-16 ഫൈറ്റർ ജെറ്റുകൾ ഇറാന്റെ ആകാശത്തിലൂടി തലങ്ങും വിലങ്ങും സഞ്ചരിക്കുകയാണ്. ഇറാന്റെ B-2 ബോംബറുകൾ ഏതു ഒരു ആക്രമണത്തിന് തയ്യാറെടുത്തുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ നങ്കൂരമിട്ടിരിക്കുന്നു. അങ്ങനെ അമേരിക്ക ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു. ഇറാനിലേക്ക് ഏത് നിമിഷം വേണമെങ്കിലും ഒരു ആക്രമണത്തിന് അമേരിക്ക തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അതേസമയം തന്നെ ഇതിനെല്ലാം പിന്തുണയുമായി ഇസ്രായേലും പിന്നാലെയുണ്ട്. വെനിസ്വേലയിൽ നടത്തിയതിന് സമാനമായ ഒരു ആക്രമണമാണ് അമേരിക്ക ഇറാനിൽ ഉദ്ദേശിക്കുന്നത്. ഇറാനിൽ പ്രക്ഷോഭങ്ങൾ 17ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ മരണസംഖ്യ 10,000 കടന്നിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. നിരവധി സ്ത്രീകളും കുട്ടികളും ഉള്ളവർ തെരുവുകളിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. തെരുവുകളിൽ ഇനിയും സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെടുന്നത് കൈയും കെട്ടി നോക്കിയിരിക്കാനാകില്ല എന്നാണ് ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ആയത്തുള്ള അലി ഖമീനിക്ക് അതിശക്തമായ താക്കീത് നൽകിയിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഖമീനിക്ക് മരണ വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നു അമേരിക്ക. എന്നാൽ ഇതിലൊന്നും കുലുങ്ങുന്നില്ല ആയത്തുള്ള അലി ഖമീനിയും ഇറാൻ ഭരണകൂടവും. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിനെ കൊണ്ട് ആ അക്രമങ്ങളെ മുഴുവൻ തന്നെ അടിച്ചമർത്താനുള്ള നീക്കമാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത്. അതേസമയം തന്നെ അമേരിക്കയുടെ ആക്രമണം ഇറാനിലേക്ക് ഏത് നിമിഷവും ഉണ്ടാകുമെന്നുള്ള വലിയ സൂചനകൾ പുറത്തു വരുന്നു. അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ ഒരു നിർദ്ദേശത്തിന് കാത്തു നിൽക്കുകയാണ്. അമേരിക്കയുടെ കാലാൽപ്പട ഇറാന് ചുറ്റും നങ്കൂരമിട്ടിരിക്കുന്നു. അമേരിക്കയുടെ പീരങ്കിപ്പട എല്ലാ തരത്തിലുള്ള ആക്രമണത്തിന് തയ്യാറെടുത്ത് പുറത്ത് കാത്തു നിൽക്കുന്നു. അതേസമയം തന്നെ അമേരിക്കയുടെ നീക്കം എന്താണ് എന്നുള്ളത് വരും മണിക്കൂറുകൾ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ഇസ്രായേലി സൈന്യവും ഏതൊരു തരത്തിലുള്ള ആക്രമണത്തിനും ഇറാനിലേക്ക് തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.